ചെമ്പടമേളത്തിന്റെയും 15 ആനകളുടെയും അകമ്പടിയിൽ വടക്കുംനാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളാനൊരുങ്ങി പാറമേക്കാവിലമ്മ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്നും കാണാനിരിക്കുന്നത് വിസ്മയപൂരമെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും സാനുകെ സജീവ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 15 ആനകളുടെ അകമ്പടിയോടുകൂടി പാറമേക്കാവിലമ്മ ശിവപുരിയിലേക്ക് വടക്കുംനാഥന്റെ മണ്ണിലേക്ക് എഴുന്നള്ളാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതിന് തൊട്ട് മുൻപ് തന്നെ നമ്മളോട് ക്ഷേത്രം ഭാരവാഹികളൊക്കെ നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് എന്തായാലും അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. എന്താ ഈ പൂരത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി നമ്മൾ ശിവപുരിയിലേക്ക് വടക്കുംനാഥന്റെ മണ്ണിലേക്ക് എഴുന്നള്ളാൻ പോവുകയാണ്. എന്താണ് അവസാനപ്പെട്ട തയ്യാറെടുപ്പുകൾ? ഇതിപ്പോൾ ചൂരക്കോട്ട് ഭഗവതിയെ കാത്തിരിക്കുകയാണ്. ഭഗവതി വന്നു കഴിഞ്ഞാൽ ഇവിടെ കോലം ഇറക്കി വയ്ക്കും. അത് കഴിഞ്ഞാൽ ചെറിയ പണിക്ക് ശേഷം ഇവിടെ 14 ആനകൾ എഴുന്നള്ളിച്ച് നിന്നതിന് ശേഷം പാറമേക്കാവ് ഭഗവതി വിളംബകാലത്തിൽ ചെമ്പടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളും. ഈ വിളംബകാലത്തിൽ ചെമ്പടയിൽ ഏതാണ്ട് 10-30 സെറ്റ് കുടകൾ മാറും. ഏറ്റവും മനോഹരമായ ദൃശ്യമാണ് ഇതാണ്. പൂരപ്രേമികളെല്ലാം കാത്തിരിക്കുകയാണ്. വൈകുന്നേരത്തെ ആ ഒരു ഇലഞ്ഞിത്തറ മേളം, അതേപോലെ തന്നെ കുടമാറ്റം, ഇതിനെല്ലാം കാത്തിരിക്കുകയാണ്. സസ്പെൻസുകളൊക്കെ ഒരുപാടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും സസ്പെൻസിൽ കൂടുതൽ ഏറ്റവും ഭംഗിയായിട്ട് നടത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി ഉള്ളൊരു പൂരമാണ്. സേഫ് പൂരമായിട്ടും നമുക്ക് നടത്തുന്നതിന് എല്ലാ പൂരാസ്വാദകരും വന്ന് കാണാനുള്ള സാഹചര്യം ഉണ്ടാവും. അതിനുവേണ്ടി എല്ലാ സജ്ജീകരണം 2 ദേവസ്വങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലൊക്കെ പൂരത്തിന് എത്തുന്ന ആളുകളുടെ എണ്ണമൊക്കെ കൂടുതലായിരിക്കും. 18 ലക്ഷത്തോളം ആളുകളെയാണ്, ഈ പൂരപ്രേമികളെയാണ് ഈ വടക്കുംനാഥന്റെ മണ്ണിലേക്ക്, ഈ ശിവപുരിയിലേക്ക് സർക്കാർ തന്നെ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഈ ഒരു അവസാന നിമിഷം നമ്മുടെ ഒരു കണക്കുകൂട്ടൽ? നമ്മളും സർക്കാരിൻ്റെ കണക്കൂട്ടലുകൾ തന്നെയാണ് നമ്മുടെയും കണക്കൂട്ടലുകൾ. ഇപ്പോൾ ഏകദേശം ഒരു 18-19 ലക്ഷത്തോളം ആൾക്കാർ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും 2 ദേവസ്വങ്ങളും, കൊച്ചി ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടവും അത് നടത്തിയിട്ടുണ്ട്. വരുന്നവർക്ക് എല്ലാവർക്കും പൂരം ആസ്വദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വെടിക്കെട്ടിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ 10-20,000-ഓളം ആൾക്കാർക്ക് സ്വരാജ് റൗണ്ടിൽ കയറി നിന്ന് വെടിക്കെട്ട് കാണാനുള്ള അവസരം ജില്ലാ ഭരണകൂടവും കേരള ഗവൺമെൻറ്റും അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷത്തെ പൂരം കഴിഞ്ഞ ഒരു 5-8 വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അവിസ്മരണീയമായിട്ടുള്ളൊരു പൂരമായി മാറുമെന്നാണ് ഞങ്ങളും സംഘാടകരായിട്ടുള്ള ഞങ്ങളും അതേസമയത്ത് പൂരപ്രേമികളും പ്രതീക്ഷിച്ചുകൊള്ളുന്നത്. താളമേള വർണ്ണപൂരമാണ്. ജനങ്ങളെല്ലാം വലിയൊരു ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ഒരു പറയാനുള്ളത്? ഈ വളരെയധികം ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കും. മേളത്തിന് സംബന്ധിച്ച് ഞാൻ മേളത്തിൻ്റെ കൺവീനറാണ്. മേളത്ത് കിഴക്കുട്ട അനിയന്മാരുടെ 3ാമത്തെ വർഷമാണ്. അതിഗംഭീര മേളമായിരിക്കും തന്നെ എലിഞ്ഞിത്തറയിൽ നടക്കുന്നത്. എല്ലാവർക്കും കാത്തിരുന്നാൽ മതി അല്ലേ കാണാൻ പോകുന്ന പൂരം? അതെ, എല്ലാവരും കാത്തിരിക്കുക. അതിഗംഭീര മേളമായിരിക്കും ഈ വർഷം. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും കാത്തിരുന്നോളൂ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പാറമേക്കാവിലമ്മ 15 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി ശിവപുരിയിലേക്ക് വടക്കുംനാഥന്റെ മണ്ണിലേക്ക് എഴുന്നള്ളും. ക്യാമറമാൻ VM മനുകൃഷ്ണയ്ക്കൊപ്പം സാനുകെ സജീവ്, ജനം, തൃശൂർ.